ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹീൽ മലയാളൻ്റെ ആരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാനും പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള അഡ്വൈസ് എന്താണ്, ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ എനർജി എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ റീഡിംഗ് കാണാൻ. വേൾഡ് കാർഡാണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത്. 7 ഓഫ് സോഡ്സിൻ്റെ എനർജിയും ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജിയും വന്നിട്ടുണ്ട്. ഫുൾ കാർഡ്, 3 ഓഫ് കോയിൻസ്, പ്രിൻസസ് ഓഫ് വാൻഡ്സ്, 5 of coins, two of wands, hanged woman, 9 of wands, 3 of swords and 9 of coins. ചാരിട്ടാണ്. അപ്പോൾ വളരെ നാളുകൾക്ക് ശേഷം നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ഒരു ത്രില്ലിലാണ് നിങ്ങൾക്ക് ആൾറെഡി അറിയാമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. നിങ്ങൾക്ക് എന്തോ ഒരു കാര്യം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്. ഇന്നത്തെ ദിവസം നടക്കുമോ നടക്കൂലേ എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ട്, ആഗ്രഹിച്ചിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ചാരിട്ടാണ്. അപ്പോൾ കുറേ കാലങ്ങൾ കാത്തിരുന്നതിന് ശേഷം ചിലപ്പോൾ നിങ്ങളത് ഒന്ന് വിട്ട് കളഞ്ഞതായിരിക്കും. ആ ഒരു പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ട് ഇരുന്ന ഒരു എനർജിയാണ് അത്. ഇന്നത്തെ ദിവസം നിങ്ങൾ ചിലപ്പോൾ കുറച്ച് ദിവസം മുന്നേ ആയിരിക്കും ഇത് വീണ്ടും നിങ്ങൾ ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയത്. വീണ്ടും ആ ഓർമ്മകൾ നിങ്ങൾക്ക് വന്നിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് വീണ്ടും നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും. എന്ത് തന്നെ ആയാലും അത് നിങ്ങളിലേക്ക് എത്തുന്ന ഒരു എനർജിയാണ്. ഇതിനകത്ത് വേൾഡാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. നിങ്ങൾ ആഗ്രഹിച്ച കാര്യം, ഒരുപാട് പ്രതീക്ഷിച്ച കാര്യം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ സക്സസ് ആയി എന്ന് സ്വയം തോന്നുന്ന ഒരു നിമിഷം ഇന്നത്തെ ദിവസം ഉണ്ടായിരിക്കാം. അതിനകത്ത് ഒരു 7 ഓഫ് സോഡ്സും ഒരു ക്യൂൻ ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ ആരോ ചതിച്ചിട്ടുണ്ടായിരിക്കണം. നിങ്ങളുടെ പാസ്റ്റിലാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ചതിച്ച ആ ഒരു ഇതിൽ നിന്ന് നിങ്ങളൊന്ന് മാറി ക്യൂൻ ഓഫ് സോഡ്സിൻ്റെ എനർജി ആയി. ഇപ്പം പാസ്റ്റിൽ ഉണ്ടായ നിങ്ങളെ വേദനിപ്പിച്ച എന്തോ ഒരു സംഗതി, അത് നിങ്ങൾ ആ ഒരു ചിന്തയിൽ തന്നെ ഇരുന്നിട്ടുണ്ടായിരിക്കാം. നിങ്ങൾക്ക് അതൊന്ന് മാറാൻ കഴിഞ്ഞിട്ടുണ്ടായിരിക്കില്ല. പക്ഷേ ഈ സമയം നിങ്ങളിലേക്ക് കൂടുതൽ ഒരു അറ്റൻഷൻ കൊടുത്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഇതുവരെ ചിന്തിച്ചതൊന്നും ശരിയായിരുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ തീരുമാനങ്ങളിൽ ഒക്കെ തെറ്റുണ്ടായിരുന്നോ, നിങ്ങൾ വിശ്വസിച്ചത് തെറ്റായിപ്പോയി. അപ്പോൾ അത് മിസ്റ്റേക്ക് നിങ്ങളുടേതാണെന്ന് നിങ്ങൾ സ്വയം മനസ്സിലാക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത്. അപ്പോൾ നിങ്ങൾ ചിലപ്പം പാസ്റ്റിലും ഇതെല്ലാം മറ്റുള്ളവരുടെ ഒരു കുഴപ്പമാണ്, അവരെന്നെ പറ്റിച്ചു, അവരെന്നെ ചതിച്ചു എന്നൊക്കെ ചിന്തിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ സ്വയം മനസ്സിലാക്കുന്നുണ്ട്, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഒന്ന് മാറ്റുന്നുണ്ട്. കാരണം മറ്റാരും അല്ല നമ്മളെ ചതിച്ചത്, നമ്മൾ ചതിക്കാൻ നിന്ന് കൊടുത്തത് കൊണ്ട് മാത്രം ചതി പറ്റിയതാണ്, അത് നമ്മളുടെ ഭാഗത്തുള്ള മിസ്റ്റേക്കാണ് എന്ന് സ്വയം തിരിച്ചറിഞ്ഞു നിങ്ങൾ അതിൽ നിന്ന് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് കുറേ കാര്യങ്ങളിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ നിങ്ങൾ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കാം. നിങ്ങൾ ചിലപ്പോൾ എക്സർസൈസ് ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാർത്ഥനകൾ കൃത്യമായിട്ടും ചെയ്യണം എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കാം. ഇന്ന് മുതൽ എനിക്ക് കൃത്യമായിട്ടും പ്രാർത്ഥനകൾ ചെയ്യാം എന്ന് ചിന്തിക്കുന്നുണ്ടായിരിക്കും. കാരണം ഇതിൽ നിങ്ങൾ പാസ്റ്റിൽ ചെയ്തിരുന്ന കാര്യം നിങ്ങൾ ഇടയ്ക്ക് വെച്ച് ഡ്രോപ്പ് ചെയ്തു എന്നാണ് കാണുന്നത്. അപ്പോൾ അത് നിങ്ങൾ തന്നെ ഇതിൽ ഒരു 7 ഓഫ് സോഡ്സ് എന്ന് പറയുമ്പം
ഇതിനൊരു ചീറ്റിംഗ് എനർജി അത് നിങ്ങൾ തന്നെ നിന്ന് കൊടുത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു സെൽഫ് ഡൗട്ടൊക്കെ ഉണ്ടായി നിങ്ങൾക്ക് ചീറ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ്. നിങ്ങൾ തന്നെ നിങ്ങളെ ഒരു ട്രാപ്പിലാക്കി വെച്ചു എന്നാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മറ്റുള്ളവർ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് മാത്രം എപ്പോഴും പെരുമാറണമെന്നും നമ്മളുടെ കൂടെ ഉണ്ടാകണമെന്നും നമ്മൾ തീരുമാനിക്കുന്നതും അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നതും തെറ്റാണ്. മറ്റു വ്യക്തികൾ അവരവരുടെ ഒരു സോൾ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്ന ആൾക്കാരാണ്. അവർ വ്യക്തികളെ എപ്പോഴും വ്യക്തികളായിട്ട് മാത്രം കാണുക. നമ്മളുടെ അടുപ്പമുള്ളതുകൊണ്ട് ഇതെല്ലാം എൻ്റെ ഹൃദയത്തിനകത്ത് ചേർന്നിരിക്കേണ്ട ആൾക്കാരാണ് എന്നുള്ളൊരു ചിന്ത നമ്മൾ വിട്ടുകളയുന്നതായിരിക്കും നല്ലത്. കാരണം നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ അവർക്ക് അതങ്ങനെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വേദന ഉണ്ടാക്കും. അപ്പം എപ്പോഴും അത് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇപ്പം നമ്മളുടെ ആര് തന്നെയായിട്ട് നമ്മൾ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു വ്യക്തി, അത് നമ്മളുടെ ഹസ്ബൻഡോ വൈഫോ അല്ലെങ്കിൽ കുട്ടികളോ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ അവരോ ആര് തന്നെ ആകട്ടെ, നമ്മൾ കൊടുക്കുന്ന അതേപോലെ അതേ അളവിൽ തിരിച്ചു വേണം എന്ന് വിചാരിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം വരുന്നത്. നിങ്ങൾ അങ്ങനെ വിചാരിച്ചത് കൊണ്ടുണ്ടായ ഒരു ചീറ്റിംഗ് ആണെന്നാണ് കാണുന്നത്. അപ്പം നമ്മളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക്. നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ പാടില്ലായിരുന്നോ? ഈ ഒരു തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടായി നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. ഇത് വേൾഡ് എന്ന് പറയുമ്പം നിങ്ങളുടെ ലൈഫ് പർപ്പസ് നിങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു എന്നാണ്. നിങ്ങൾ എന്തിനാണ് ഈ ഭൂമിയിൽ വന്നത്, നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത് നിങ്ങൾക്കാണ് എന്നൊക്കെ ഉള്ളൊരു ചിന്ത നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ട്. അപ്പം അതിൻ്റെ ഫലമായിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഫുൾഫിൽമെൻറ്റ് വരുന്നത് എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് ചെയ്താലും എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് സന്തോഷമായിട്ട് ഇരിക്കാൻ പറ്റും, എനിക്ക് എൻ്റെ കാര്യങ്ങൾക്ക് കൂടുതൽ ഒരു അറ്റൻഷൻ കൊടുക്കാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ദിവസം കുറേയധികം ആൾക്കാർക്ക് ട്രാവലിൻ്റെ ഒരു എനർജിയും കാണുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ കാത്തിരുന്നൊരു യാത്രയായിരിക്കും കേട്ടോ. ചിലപ്പം നിങ്ങൾ വേറെ ഏതെങ്കിലും രാജ്യത്തായിരുന്നു, അവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളായി നിങ്ങൾ തിരിച്ചിവിടെ വന്ന് ഇവിടെ പെട്ടുപോയ ആൾക്കാരാണെങ്കിൽ, ഇവിടെ നിന്ന് പോകാൻ പറ്റാതെ നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു എങ്കിൽ ആ ആൾക്കാർക്ക് ഇന്നത്തെ ദിവസം നിങ്ങൾക്കൊരു ട്രാവൽ ഉണ്ട് എന്നുള്ളതാണ് കാണുന്നത്. ഒരു സ്പിരിച്വൽ അവേക്കണിങ് ഉള്ള കുറച്ച് ആൾക്കാരും ഉണ്ട് കേട്ടോ. നിങ്ങൾ ചില കാര്യങ്ങൾ നിങ്ങൾ റിയലൈസ് ചെയ്യുന്നു, നിങ്ങൾ ആരാണ് എന്ന് റിയലൈസ് ചെയ്യുന്നൊരു എനർജിയാണ്. പിന്നെ ചിലപ്പോൾ വിവാഹമോ അല്ലെങ്കിൽ എൻഗേജ്മെൻറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ ഒരു ഹൗസ് വാമിങ്ങോ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നടക്കുന്ന ഒരു എനർജിയോ ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നിങ്ങൾ ശരിക്കും പ്രൗഡായിരിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹമാണത്. അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങൾക്കൊരു വളരെ അഭിമാനം തോന്നുന്ന ഒരു ദിവസം. പിന്നെ 3 ഓഫ് കോയിൻസ് ഉണ്ട്. കുറച്ചധികം പേരുമായി ചില ആൾക്കാർക്ക് ഒന്നിലധികം ആൾക്കാരുമായിട്ട് ചേർന്ന് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു പാർട്ട്ണറെ കൂടി നിങ്ങൾ 1-2 പാർട്ട്ണർമാരെ കൂടി നിങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും നിങ്ങൾ പാർട്ട്ണറായിട്ട് ചേർക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറൊരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിങ്ങൾ ചേരുന്നുണ്ടായിരിക്കാം. പിന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യേണ്ടുന്ന ആ ഒരു ജോലി ചിലപ്പോൾ കുറച്ചധികം ആൾക്കാർ നിങ്ങൾ ഇന്നത്തെ ദിവസം ഹെൽപ്പ് ചെയ്യാനുള്ളൊരു എനർജി ഇതിനകത്ത് കാണുന്നുണ്ട്. പ്രിൻസസ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ്. അപ്പോൾ വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും ഇന്നത്തെ ദിവസം നിങ്ങൾ. അത് ചിലപ്പോൾ പാസ്റ്റിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ഒരു എക്സ്പീരിയൻസ് ആ ഒരു അതിൽ നിന്ന് നിങ്ങൾ കടന്നു പോയപ്പോൾ ആ ഒരു കാര്യം എൻ്റെ ആയപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അത് ഇന്നത്തെ ദിവസം നിങ്ങളെ വളരെയധികം നിങ്ങൾക്ക് ഉപകരിക്കും എന്നാണ് കാണുന്നത്. കാരണം എത്ര മോശമായിട്ടുള്ളൊരു അനുഭവം നമ്മളുടെ ലൈഫിൽ വന്നാലും നമ്മൾ ആ സമയത്ത് എത്രമാത്രം പെയിൻ എടുത്താലും നമുക്ക് പിന്നീട് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് വളരെ വലിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പാഠമായിരിക്കും എന്നുള്ളതാണ്. അങ്ങനത്തെ ഒരു കാര്യം ഇന്ന് നിങ്ങൾ ചിന്തിക്കുക, അങ്ങനെ അന്ന് സംഭവിച്ചത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഇത്രയും കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റണത്, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ ഇത്രയും ലാഘവത്തോടെ മാനേജ് ചെയ്യാൻ പറ്റുന്നതും അതുകൊണ്ടായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട്. പിന്നെ 5 ഓഫ് പെൻറ്റക്കിൾസിൻ്റെ എനർജിയാണ്. ഈ ഇതിൽ ചില ആൾക്കാർക്ക് ചിലപ്പോൾ ഒരു നഷ്ടപ്പെട്ടു പോയതിൻ്റെ ഒരു എനർജിയാണ്. ചിലപ്പോൾ കുറേ ആൾക്കാർക്കും പൈസ നഷ്ടപ്പെട്ടു പോയ എനർജി ഇതിനകത്തുണ്ട് കേട്ടോ. ചിലപ്പോൾ വീടൊക്കെ വിൽക്കാൻ ഉള്ളൊരു എനർജി ഉണ്ട്. അപ്പോൾ ആ ഒരു വീട് വിൽക്കാനുള്ള എനർജി ഉള്ള ആൾക്കാർക്ക് അത് നടക്കാനാണ് സാധ്യത കേട്ടോ. കാരണം വേൾഡ് കാർഡ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ
ഒരു സ്ഥലം വിട്ടു പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും നല്ല ഒരു സ്ഥലം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു എനർജിയാണ് ഇത്. ഏത് സമയത്തിനുള്ളിലെന്ന് പറയാൻ പറ്റുന്നില്ല, പക്ഷെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു കാര്യം നടക്കും എന്നാണ് കാണുന്നത്. നിങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യം അത് നിങ്ങളിൽ നിന്നും വിട്ടിട്ട് പോകണമെങ്കിൽ, അല്ലെങ്കിൽ വിട്ടു പോകാൻ ഇന്ന് നിങ്ങളങ്ങനെ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ ചില ആൾക്കാർ ഒരു വീട് വിൽക്കാൻ തീരുമാനിക്കുന്നുണ്ടായിരിക്കാം. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനേക്കാളും നല്ല ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൽ 2 ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ഇത്. ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നു, നിങ്ങൾ ഒരു കൺഫ്യൂഷനിലാണ്, ഇത് വിൽക്കണോ അല്ലെങ്കിൽ ഇതിൽ നിന്നൊന്ന് മാറണോ. ചില ആൾക്കാർ നിങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഒന്ന് മാറാൻ ആഗ്രഹിക്കുന്ന ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറാൻ തന്നെയാണ് ഇവിടെ പറയുന്നത്. ചിലപ്പം ചില സ്ഥലങ്ങളിൽ നമ്മൾ താമസിക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റില്ല. അത് ചിലപ്പോൾ കുറേയധികം നെഗറ്റീവ്സ് പാസ്റ്റിലുണ്ടായിരുന്ന ചില വീടുകളുണ്ടാവും. ചിലപ്പോൾ ചില ആൾക്കാർ ദുർമരണപ്പെട്ടതോ അല്ലെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നതോ ആയ ഒരു ഭൂമിയിൽ നിങ്ങൾ വീട് വെച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ അവിടെ താമസിക്കുമ്പോൾ ചിലപ്പോൾ മറ്റ് കുറേയധികം ആൾക്കാർ അവിടെ താമസിച്ചതായിരിക്കും, പക്ഷെ അവർക്കൊന്നും ഇല്ലാത്ത പ്രശ്നം നിങ്ങൾക്കുണ്ടാവും. കാരണം നമ്മൾ സ്പിരിച്വൽ ആയിട്ട് ആ ഒരു സ്പിരിച്വൽ ആകുന്തോറും നമ്മൾ ബോഡി ശരിക്കും കുറേ ആദ്യമൊക്കെ ഭയങ്കരമായിട്ട് സെൻസിറ്റീവ് ആവും. നമുക്ക് നെഗറ്റീവ് എല്ലാം പെട്ടെന്ന് വരും, ഒരു സ്പോഞ്ച് പോലെ നമുക്ക് പെട്ടെന്ന് നെഗറ്റീവ് പിടിക്കും. ഇത് ഒരു പരിധി കഴിയുന്നത് വരെ, ഒരു ലെവൽ എത്തിയാൽ പിന്നെ ഒരു തരത്തിലുള്ള നെഗറ്റീവ് നമുക്ക് വരില്ല. പക്ഷേ ആ ഒരു ലെവൽ എത്തുന്നത് വരെ മാനസികമായും ശാരീരികമായും ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ അഭിമുഖീകരിക്കേണ്ടി വരും. അപ്പം അങ്ങനത്തെ ഒരു സ്ഥലത്താണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ, നിങ്ങളത് മാറണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് മാറാനാണ് ഇതിനകത്ത് പറയുന്നത്. കാരണം നിങ്ങൾക്ക് അവിടെ ഒരു പ്രോഗ്രസ്സും ഇല്ലാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൽ ചില ആൾക്കാർക്ക് നിങ്ങൾ ചെയ്യുന്ന തൊഴിലോ അല്ലെങ്കിൽ ഒന്നുകിൽ ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ നിങ്ങൾ ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഒരു പരിധിവരെ മാത്രമേ ചില തൊഴിലുകൾ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളുടെ സോൾ ആഗ്രഹിക്കുന്നത് നമ്മളത് സ്റ്റോപ്പ് ചെയ്യണം എന്നാണ്. അതുകൊണ്ട് നമുക്ക് നഷ്ടം വന്നുകൊണ്ടേയിരിക്കും. ഇതിനകത്ത് 5 ഓഫ് പെൻറ്റക്കിളാണ്. അപ്പം ചില കാര്യങ്ങൾ ചില സമയം കഴിയുമ്പോൾ നമ്മളുടെ സോൾ ആഗ്രഹിക്കും ഇതിനി വേണ്ട, ഇനി ഈ തൊഴിലല്ല ചെയ്യേണ്ടത് എന്ന് സോൾ ആഗ്രഹിക്കുമ്പോൾ നമുക്ക് അതിന് ഒരു ഗ്രോത്തും ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ ഒരു താമസിക്കുന്ന സ്ഥലത്ത് ഇനി ഇവിടെ താമസിക്കണ്ട എന്ന് നമ്മുടെ സോള് ആഗ്രഹിക്കുന്ന സമയം മുതൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മളുടെ ചിലപ്പോൾ വളരെ സ്നേഹത്തിലിരുന്ന നമ്മളുടെ ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ വഴക്കുണ്ടാകും. കുട്ടികൾ ചിലപ്പോൾ പറഞ്ഞാൽ കേൾക്കില്ല. അങ്ങനെയുള്ള കുറേ എനർജി ഉണ്ടാകും അവിടെ. അത് നമ്മളൊരു ചേഞ്ച് വേണം എന്ന് ചിലപ്പോൾ ഡിവൈൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം, നമ്മളുടെ സോൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതായിരിക്കാം ഇതിനകത്ത് ചില ആൾക്കാർ നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന തൊഴിൽ ചിലപ്പോൾ അത് നിങ്ങൾ സെൽഫായിട്ട് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു സ്ഥലത്ത് നിങ്ങൾ വർക്ക് ചെയ്യുന്നതായിരിക്കാം. എന്ത് തന്നെ ആയാലും അവിടെ ഒരുപാട് സ്ട്രഗിളാണ് നിങ്ങൾക്ക് കിട്ടുന്നതെങ്കിൽ അവിടെ മനസ്സമാധാനം ഇല്ല, മറ്റുള്ളവർ നമ്മളെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല, നമുക്കൊരുപാട് പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അത് നിങ്ങൾ നിർത്തേണ്ട സമയമായി എന്നുള്ളതാണ്. അത് നിങ്ങൾ അപ്പം നിങ്ങൾ ചിന്തിക്കുന്നു അത് നിർത്തിയ വേറൊന്നുമില്ല, മുന്നിലോട്ട് വേറൊന്നുമില്ല, പക്ഷെ ഇതല്ലാതെ നമുക്ക് ജീവിക്കാനും പറ്റൂല എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ അത് നിങ്ങളത് ചിലപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് വേറൊരു കാര്യം കിട്ടുള്ളൂ. അപ്പം അത് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സ്ട്രഗിൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. അപ്പം അങ്ങനെ കൺഫ്യൂഷനിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഇത് മതിയാക്കണോ അതോ മുന്നോട്ട് പോകണോ എന്ത് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാതെ കൺഫ്യൂഷനിലിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്. കാരണം ഇതിൽ സ്റ്റക്കായി പോയി എന്നാണ് കാണുന്നത്. നിങ്ങൾക്കൊന്നും അനങ്ങാൻ പറ്റുന്നില്ല, പ്രോഗ്രസ് വരുന്നില്ല, മനസ്സമാധാനം ഇല്ല, അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്തുണ്ട്. 9 ഓഫ് വാൻസിൻ്റെ എനർജിയാണ്. 3 ഓഫ് സോഡ്സും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു കാർമികമായിട്ടുള്ളൊരു സിറ്റുവേഷനിൽ കുടുങ്ങിക്കിടക്കുന്ന ആൾക്കാരുണ്ട് ഇതിനകത്ത്. അപ്പം ചില വ്യക്തികളിൽ നിന്നും നമുക്ക് കാർമികമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം, പെയിൻ ഉണ്ടാകാം, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നിന്നും ഉണ്ടാകട്ടെ. നമ്മളെപ്പോഴും നമ്മൾ താമസിക്കുന്ന സ്ഥലം, നമ്മളുടെ വീട്
അതിൻ്റെ എനർജി എങ്ങനെയാണെന്ന് നോക്കണം നമ്മൾ. ശരിയാണോ, നല്ലതാണോ, അതുകൊണ്ടാണോ, ആ വീട്ടിൽ താമസിക്കുന്നത് കൊണ്ടാണോ നമുക്ക് ഇത്രയും പ്രശ്നങ്ങൾ വരുന്നത്? ഇപ്പോൾ നമുക്ക് താമസിക്കുന്ന സ്ഥലത്തുനിന്ന് നമുക്ക് പെട്ടെന്ന് ഓടി മാറിപ്പോകാൻ പറ്റൂല. പക്ഷേ ജസ്റ്റ് നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്യുക. നമ്മൾ പുറത്തുള്ള കാരണങ്ങൾ തേടി നടക്കാതെ നമുക്ക് ഗ്രോത്ത് ഉണ്ടാകാത്തത് എന്തുകൊണ്ടാണ് എന്ന് നമ്മൾ എപ്പോഴും ചിന്തിക്കും. പുറത്തുള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത്. ചിലപ്പോൾ മറ്റാരെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിന് പകരം അതൊക്കെ ഇരിക്കട്ടെ. പക്ഷെ നമ്മളുടെ വീട്ടിൽ, ഈ വീട്ടിൽ എനിക്ക് സമാധാനമുണ്ടോ, സ്വസ്ഥതയുണ്ടോ, ഗ്രോത്ത് ഉണ്ടോ, അല്ലെങ്കിൽ ഈ വീട്ടിൽ വന്നതിന് ശേഷമാണോ ഇതിങ്ങനെ എന്നൊക്കെ നമ്മളൊന്ന് റീതിങ്ക് ചെയ്യുക. കാരണം അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടെങ്കിലും നിങ്ങൾ ആ ഒരു മാറ്റം ഉണ്ടായാൽ മാത്രമേ അവിടെ നിന്ന് നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കാരണം അതാണ് വേൾഡ് കാർഡ്. നിങ്ങൾക്കൊരു മാറ്റം, ഒരു ചേഞ്ച് വരണം എന്ന്. ഇത് ചിലപ്പം നിങ്ങൾ ഈ വീഡിയോ കാണുന്ന കുറേയധികം ആൾക്കാർ നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇത് ഇവിടെ വന്നതിന് ശേഷമാണല്ലോ, അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് വന്നതിന് ശേഷമാണല്ലോ, അല്ലെങ്കിൽ ഈ വീട്ടിൽ ഞാൻ താമസിക്കാൻ വന്നതിന് ശേഷമാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്, ഇതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ചില ആൾക്കാർക്ക് കുറേ കാലം മുന്നേ ഈ ഇവിടെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ആ സ്ഥലത്തിന് നെഗറ്റീവ് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒരു പരിധി കഴിയുമ്പോൾ നമ്മളുടെ എനർജി ലെവൽ മാറുമ്പോൾ ആ സ്ഥലത്തിൻ്റെ എനർജി ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് മാച്ച് ആകില്ല. അപ്പം അവിടെ നിന്ന് പോകാനുള്ള ഒരു ടെൻഡൻസി വന്നുകൊണ്ടിരിക്കും. അങ്ങനെ പോകണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ടെന്നാണ്. ഇതിൽ 9 of Wands ആണ്. അപ്പോൾ ഈ ചേഞ്ചിന് ആഗ്രഹിക്കുന്നു അങ്ങനെയുള്ള ആൾക്കാരാണ്. കാരണം അവർക്ക് മനസ്സിന് സമാധാനമില്ല, സ്വസ്ഥതയില്ല, എപ്പോഴും പ്രശ്നങ്ങളാണ് എന്നാണ് കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാരുടെ എനർജി ഉണ്ട്. പിന്നെ ഇതിൽ 9 of Coins എനർജി വന്നിട്ടുണ്ട്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. കാരണം ഇതിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ചേഞ്ച് വരുന്നു. ഇതിൽ ഇന്നത്തെ ദിവസം നിങ്ങൾ ചില കാര്യങ്ങൾ ആലോചിച്ച് നിങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിപ്പോൾ വേറെ ഒരാളോടും നിങ്ങൾ ചോദിക്കേണ്ട ആവശ്യമില്ല, വേറെ എങ്ങും പോയി ഒന്നും ചോദിക്കണ്ട. അപ്പോൾ അങ്ങനെ ഈ ഒരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുന്നു എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് നോക്കാം എന്ത് മാറ്റമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്ത് അഡ്വൈസാണ് കിട്ടുന്നതെന്ന്. ദ എനർജീസ് ഗെയിനിങ് മൊമെൻറ്റോ ആണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾ കുറേ ആൾക്കാർ എനർജി ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കാം. എന്തോ ഒരു മനസ്സിന് പ്രശ്നമുണ്ടല്ലോ, ചില കാര്യങ്ങളിൽ എനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റണില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ, അത് നിങ്ങൾക്ക് എനർജി കൂടുന്നുണ്ട് എന്നുള്ളതാണ്. ചിലപ്പോൾ ഇന്നലത്തെക്കാലം എനർജി കൂടുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ രാവിലെ തോന്നുന്ന ഒരു ക്ഷീണവും തളർച്ചയൊന്നും ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അത് നിങ്ങളൊരു നല്ല ഹാപ്പി മൂഡിലെത്തും. രാവിലെ ഒരു കൺഫ്യൂഷൻ ഇരുന്ന ആൾക്കാർ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കുക. കുറച്ച് സമയം, ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങളൊന്ന് പ്രാണായാമം ചെയ്യുകയോ അല്ലെങ്കിൽ ശരിക്കും അബ്ഡോമിനൽ ബ്രീത്തിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. നിങ്ങൾ അത് ബാലക്രമ ബ്രീത്തിങ് എന്ന് പറയും. നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ വയറ് വീർത്ത് വരും, ശ്വാസം വിടുമ്പോൾ വയറ് അകത്തേക്ക് പോകും. ഇതിൽ ഇപ്പോൾ ശ്രീ രവിശങ്കർജിയുടെ ഒരു പ്രാണായാമ കോഴ്സ് നടക്കുന്നുണ്ട് 14 ഡേയ്സിൻ്റെ. നിങ്ങൾ അത് യൂട്യൂബിൽ തന്നെ ആൾറെഡി ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ അതൊന്ന് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്ത് അതിൽ ഒന്ന് ജോയിൻ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രാണായാമം ചെയ്യുക. നിങ്ങളുടെ എനർജി ലെവലൊന്ന് ബൂസ്റ്റ് ചെയ്യാൻ അത് നല്ലതാണ്. നെഗറ്റീവിനെ പുറത്ത് കളയാൻ നല്ലതാണ്. നിങ്ങൾ പ്രാണായാമം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജി ലെവൽ മാറുമെന്നാണ് കാണുന്നത്. ദ എൻഡ് ഓഫ് എ ടഫ് സൈക്കിൾ അപ്രോച്ചസ് ആണ്. ഇതിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഒരു വലിയ അധ്യായം, നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു അധ്യായം അവസാനിക്കാൻ പോകുന്നതിൻ്റെ ഒരു ടെൻഷനും പ്രശ്നങ്ങളും ആണ് എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിൽ കിട്ടിയത് വേൾഡ് കാർഡുമാണ്. അപ്പോൾ എന്തൊക്കെയോ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആകേണ്ടതായിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നു എന്നുള്ളതാണ്. അത് എൻഡ് ആവുകയും ചെയ്യുന്നു എന്നാണ്. എ ടൈം ടു ഗീവ് റാദർ ദാൻ ടേക്ക് ആണ്. അപ്പം നിങ്ങൾ എടുത്തതിനേക്കാളും കൂടുതൽ കൊടുക്കേണ്ട ഒരു സമയമാണ് ഈ സമയം. ചിലപ്പോൾ
ചില സമയങ്ങളിൽ നമ്മൾ അങ്ങനെയാണ്. കാരണം ഈ സമയം നമ്മൾ കൊടുത്തതിനേക്കാളും നമ്മൾ കൂടുതൽ കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവും. കാരണം കഴിഞ്ഞ ജന്മങ്ങളിൽ നമ്മൾ വാങ്ങി വെച്ച കാര്യമായിരിക്കും. അപ്പോൾ ഇത് അത് ഇങ്ങോട്ട് വാങ്ങി വെച്ചത് ഈ ജന്മത്തിൽ നമ്മൾ ഈ ജന്മത്തിൽ വാങ്ങിയതിനേക്കാളും കൂടുതൽ അങ്ങോട്ട് കൊടുക്കുന്ന ഒരു എനർജിയാണ്. അത് സ്നേഹമായാലും പൈസ ആയാലും എഫേർട്ടായാലും എന്തായാലും കുറച്ച് കൂടുതൽ കൊടുക്കണം. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയ ടഫായിട്ടുള്ളൊരു സൈക്കിൾ എൻഡ് ആകുന്ന ഒരു എനർജിയാണ്. അപ്പം അത് മനസ്സിലാക്കുക, അത് അക്സെപ്റ്റ് ചെയ്യുക, മാറ്റത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക, നിങ്ങൾ എഫേർട്ട് എടുക്കണം. അപ്പോൾ അതാണ് ഇന്നത്തെ നിങ്ങൾക്കുള്ള ഡിവൈൻ മെസ്സേജ്, നിങ്ങളുടെ ഇന്നത്തെ റീഡിങ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. കാരണം ഇത് നിങ്ങൾ ലൈക്കെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുക. കാരണം അതൊരു എനർജി എക്സ്ചേഞ്ച് ആണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആക്യുറേറ്റ് ആയിട്ട് വരണം എന്നുണ്ടെങ്കിൽ ഒരു എനർജി എക്സ്ചേഞ്ച് നടത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു എക്സ്ചേഞ്ച് ഇല്ലെങ്കിൽ ഒരു കാർമിക് ഡെപ്റ്റായിട്ട് അത് നിലനിൽക്കൂട്ടാ. അപ്പോൾ അത് നിങ്ങൾക്കൊരു ഇതും വരുന്നൊരു കാര്യമല്ല. ഒരു ലൈക്കോ ഈവൻ ഡിസ്ലൈക്ക് ആയാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതും ചെയ്യാം കേട്ടോ, അങ്ങനെയും ചെയ്യാം, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങളുടെ എനർജി ആയിട്ട് മാച്ച് ആകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എന്ത് വേണോ ചെയ്യാം. അപ്പോൾ അതൊരു എനർജി എക്സ്ചേഞ്ചിന് വേണ്ടിയിട്ട് അത് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കാർമിക് ഡെപ്റ്റായിട്ട് അത് കിടക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.